24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി. ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ സഹോദരനാണ് പരാതി നൽകിയത്. നാളെ പരാതിക്കാരി സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തും. കന്റോൺമെന്റ് പോലീസിലാണ് പരാതി എത്തിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഗുരുതരമായ ചികിത്സാ വീഴ്ചയാണ് ഉണ്ടായത്. ഒരാളുടെ ജീവിതം തകർക്കുന്ന നിലയിലേക്കാണ് ആ വീഴ്ച വന്നെത്തി നിൽക്കുന്നത്. ഇപ്പോൾ പോലീസിന് മുമ്പിലേക്ക് കൂടി പരാതി എത്തുകയാണ്. തുടർ നടപടികൾ പോലീസ് ആലോചിക്കുന്നത് എങ്ങനെ? ഉമേഷ് ബാലകൃഷ്ണൻ. ഈ 2023 ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുകയും ഈ റോഡ് ഈ ട്യൂബ് ഈ ശരീരത്തിനുള്ളിൽ സുമയുടെ ശരീരത്തിനുള്ളിൽ ആവുകയും ചെയ്തത്. അതിനുശേഷം ഈ കാലയളവിൽ വരെ ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി വിശ്വസിച്ച് സുമയും കുടുംബം മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ പ്രതീക്ഷകൾ പൂർണ്ണമായി നശിച്ചു. ഇത്തരത്തിൽ ട്യൂബ് ശരീരത്തിനുള്ളിലുള്ളത് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുമായിരുന്നു വിചിത്രവാദമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇനി ആരോഗ്യവകുപ്പുമായി അല്ലെങ്കിൽ ഇനി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഈ കുടുംബത്തിനുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് കുടുംബം പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സുമയുടെ സഹോദരനാണ് പരാതി നൽകിയത്. ഈ പരാതിയിന്മേൽ നാളെ സുമയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി നടപടികളുമായി പോലീസും മുന്നോട്ട് പോകും. എന്തായാലും ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം ആരോഗ്യവകുപ്പിന്റെ വിചിത്ര ന്യായീകരണം, ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള ന്യായീകരണം, അതായത് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന് അറിയാമായിരുന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാത്ത ഈ നടപടി, എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഡോക്ടർ രാജീവ് കുമാർ, അദ്ദേഹമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്, അദ്ദേഹം പണം നൽകിയതിന്റെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിനും അലയേണ്ടി വരില്ല. ഈ പണം നൽകി തുടർ ചികിത്സയ്ക്ക് ഡോക്ടർ പണം നൽകുമ്പോൾ സ്വാഭാവികമായി ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് പ്രഥമ ദൃഷ്ടിയ ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും നാളെ മൊഴിയെടുക്കുന്നതിനനുസരിച്ച് ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും. രജിത. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ഗുരുതര ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് 24 ആണ്. താമരശ്ശേരി ചുരത്തിലൂടെ ഒറ്റവരിയായി ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനം. മഴ കുറയുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും ഇളവ്. ഭാരമേറിയ വാഹനങ്ങൾ അനുവദിക്കില്ല. ചുരത്തിലെ കല്ലും മണ്ണും പൂർണ്ണമായി നീക്കി. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, ഈ ചെറുവാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാം, പക്ഷേ അത് മഴയൊന്നും ശക്തമല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ്. എന്താണ് പുതിയ തീരുമാനം? എങ്ങനെയാണ് മിഥില? ശ്രീജിത്ത്, ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേർന്നിട്ടായിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഒറ്റ ലൈനായി ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. അതായത് മഴ ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഇളവുണ്ടാവുക. ഭാരമേറിയ വാഹനങ്ങൾ ഒട്ടും തന്നെ അനുവദിക്കില്ല. അത്തരം ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ യോഗത്തിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, ചുരത്തിലെ കല്ലും മണ്ണും പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നുണ്ട് ചുരത്തിലും താമരശ്ശേരി മേഖലയിലും. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ നിരീക്ഷണത്തിന് അവിടെ ഒരു സംവിധാനം ഏർപ്പെടുത്താനും കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതുവഴി പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ റോഡിന്റെ താഴ്വശത്തേക്ക് വരികയാണെങ്കിൽ താമരശ്ശേരി അല്ലെങ്കിൽ മുകൾ വശത്ത് വയനാട്, ആ അവിടങ്ങളിലും ഇത്തരത്തിൽ ഈ ചെറുവാഹനങ്ങൾ കടത്തിവിടുമ്പോൾ മറ്റു വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്താൻ ഇരുഭാഗങ്ങളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായതുപോലെ കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ വഴി കണ്ണൂർ റോഡ് ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചുരത്തിൽ രാത്രി സമയത്ത് ഏതെങ്കിലും രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമായി. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. മലയോര മേഖലയിൽ അതിതീവ്ര മഴയാണ് പെയ്തത്. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ റോഡ് ഗതാഗതം പലയിടത്തും തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതോടെ 9 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറി. ആലുവ റെയിൽവേ സ്റ്റേഷൻ, പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം, ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ, VR തങ്കപ്പൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്.
ആലുവ പുളിഞ്ചോട് ഭാഗത്ത് 20ഓളം കടകളിലും 10ഓളം വീടുകളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട വടക്കേക്കരയിൽ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. 24 കൊച്ചി. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ. താമരശ്ശേരി ചുരത്തിനോട് ചേർന്നൊഴുകുന്ന അടിവാരം പൊട്ടിക്കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കുറ്റ്യാടി ചുരത്തിൽ പക്രം തളത്തിന് സമീപം മണ്ണിടിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ജില്ലയുടെ മലയോര മേഖലകളിലെല്ലാം അതിശക്തമായ മഴ തുടരുകയാണ്. ചുരത്തിനോട് ചേർന്നൊഴുകുന്ന അടിവാരം പൊട്ടിക്കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. വനത്തിൽ അതിശക്തമായ മഴയുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയരുന്നുണ്ട്. കുറ്റ്യാടി ചുരത്തിൽ പത്രം തളത്തിന് സമീപം നേരിയ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കോഴിക്കോട്. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ്സിടിച്ച് 6 പേർക്ക് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷ യാത്രക്കാരായ കർണാടക സ്വദേശികളാണ് മരിച്ചത്. ബസ് നിയന്ത്രണം വിട്ട് 2 ഓട്ടോറിക്ഷകളിലും ബസ് കാത്തു നിൽക്കുന്നവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ കർണാടക RTC ബസിന്റെ ഡ്രൈവർ നിജലിംഗപ്പയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ഉച്ചയ്ക്ക് 1:15 അപകടം. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കറങ്ങിത്തിരിഞ്ഞ ബസ് പിന്നോട്ടുപോയി റോഡരികിലുള്ള കൈവരികൾ തകർത്ത് ബസ് കാത്തിരിക്കുന്നവരെ ഇടിച്ചു വീഴ്ത്തി. തുടർന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിലും ഇടിച്ച് റോഡിന് പുറത്തേക്ക്. അപകടത്തിൽപ്പെട്ടവരെ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലും മംഗലാപുരത്തെ ആശുപത്രിയിലും എത്തിച്ചു. ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് 6 പേര് മരിച്ചു. 2 പേര് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിലാണ്. അതിൽ ഒരാളുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. വണ്ടി തിരിയുന്ന സൗണ്ട് കേട്ട് അത് കേട്ടപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടി കടിച്ച്, പിന്നെ ബസ്സിൻ്റെ ബാക്ക് തട്ടി ഞാൻ തെറിച്ച്, പിന്നീട് കാണിച്ചു നോക്കുമ്പോൾ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. നിയമലംഘനത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് MLA-മാരായ NA നെല്ലിക്കുന്നും AKM അഷ്റഫും ആവശ്യപ്പെട്ടു. അപകടമുണ്ടാക്കിയ കർണാടക RTC ബസിന്റെ ഡ്രൈവർ ബാഗൽകോട്ട് സ്വദേശി നിജലിംഗപ്പയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. കർണാടക RTC ബസ്സുകൾ നിരന്തരമായി നിയമലംഘനം നടത്തുന്നതും ഡ്രൈവർമാർ കൂളും ഹാൻഡ്സും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നതും പതിവാണ്. നാട്ടുകാർ നിരന്തരമായി പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ അപകടം. അടിയന്തരമായ നടപടികൾ കൈക്കൊള്ളണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി RSS മേധാവി മോഹൻ ഭാഗവത്. താൻ വിരമിക്കണമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. സംഘടന ആവശ്യപ്പെടുന്ന കാലത്തോളം സ്ഥാനത്ത് തുടരും. BJP-യുമായി തർക്കമില്ല. വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ മോഹൻ ഭാഗവത് പിന്തുണച്ചു. 75 വയസ്സിലെ പദവികളിൽ നിന്നുള്ള വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളുകയാണ് RSS മേധാവി മോഹൻ ഭഗവത്. 75 വയസ്സ് തികയുമ്പോൾ താൻ വിരമിക്കുമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ പറഞ്ഞിട്ടില്ലെന്ന് RSS മേധാവി. I never said that I will retire or someone should retire. So if I am 80 years old and Sangh will tell me go run a shaka, I will have to go. I cannot say I have completed 75 years. I want to enjoy the retirement benefits. No, there is no benefit in Sangh. സംഘടന ആവശ്യപ്പെട്ടാൽ 80 വയസ്സ് കഴിഞ്ഞാലും RSSനെ നയിക്കും. ജനസംഖ്യാ സന്തുലനത്തിന് ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ വേണം. ജനസംഖ്യാ വ്യതിയാനത്തിന്റെ കാരണങ്ങളിലൊന്ന് മതപരിവർത്തനമെന്നും മോഹൻ ഭഗവത്. कि 3 संतान होने से बहुत देर नहीं करना विवाह में और 3 संतान होना, इससे माता पिता का, संतानों का, तीनों का स्वास्थ्य अच्छा रहता है. तो भारतवर्ष के प्रत्येक नागरिक ने ये देखना चाहिए कि अपने घर में 3 होने चाहिए. സുതാര്യതയുടെ പേരിൽ വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ RSS മേധാവി പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാർ RSS അസ്വാരസ്യങ്ങളിൽ തർക്കങ്ങൾ ഒന്നുമില്ല. എല്ലാ സർക്കാരുമായും എല്ലാ കാലത്തും നല്ല ബന്ധമെന്നും മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു. 24 ഡൽഹി.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചായിരിക്കും അന്വേഷണം. രാഹുലിനെതിരെയുള്ളത് കള്ളക്കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ്. നേരിട്ട് പരാതി ലഭിക്കാത്തതിനാൽ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആരോപണമുന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കും. തിരുവനന്തപുരത്തും എറണാകുളത്തും പോലീസിൽ ലഭിച്ച പരാതികൾ കൂടി ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. പരാതിക്കാരും തെളിവുമില്ലാതെയാണ് കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 28 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC ഓഫീസിലും തിരുവനന്തപുരം DCCയിലും പോലീസ് കാവലേർപ്പെടുത്തി. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ DYFI പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സ്വരാജ് റൗണ്ടിലെ CPIMന്റെ ഫ്ലെക്സുകളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറി. ന്യൂസ് ഡെസ്ക് 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ദുരിതപ്പെയ്ത്തിൽ വലഞ്ഞ ഉത്തരേന്ത്യ. ജമ്മുകശ്മീരിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണം 41. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ശശി തരൂർ MP. സ്ഥാനമാനങ്ങൾ താൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് ഇക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതികരണം. മാധ്യമങ്ങൾക്ക് തുറന്ന കത്തുമായി BJP നേതാവ് C. കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ച യുവതി. പരാതി മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും സത്യം തെളിയില്ല എന്നും കത്തിൽ. KPCC പുനഃസംഘടന വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി രൂക്ഷം. പുതിയ നേതൃത്വത്തിലെ ചിലരുടെ താൽപര്യക്കുറവാണ് പുനഃസംഘടന വൈകാൻ കാരണമെന്ന ആക്ഷേപം. സമവായമുണ്ടായില്ലെങ്കിൽ ഇടപെടാൻ ഹൈക്കമാൻഡ്. KTDC ചെയർമാൻ PK ശശിയെ വീണ്ടും ബഹിഷ്കരിച്ച് CPIM. പാലക്കാട് കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രവർത്തകർ പങ്കെടുക്കരുത് എന്നായിരുന്നു CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ആഹ്വാനം. ഉദ്ഘാടന പരിപാടിക്ക് കോങ്ങാട് MLAയും CPIM സംസ്ഥാന സമിതി അംഗവുമായ K. ശാന്തകുമാരിയും എത്തിയില്ല. 15ാമത് ഇന്തോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് തിരിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിൽ ജപ്പാനീസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര പ്രതിരോധ മേഖലകളിൽ സഹകരണത്തിനായുള്ള കരാറുകളിലും ഒപ്പുവയ്ക്കും. 2018 ഇൻഡോ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തുന്നത്. ഈ വർഷം ജൂണിൽ കാനഡയിൽ G7 ഉച്ചകോടിക്കിടെ മോദിയും ഇഷിബയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ശാസ്ത്ര സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുക. ഇന്ത്യ ജപ്പാൻ വ്യവസായ പ്രമുഖരുമൊത്തുള്ള ബിസിനസ് ലീഡേഴ്സ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജാപ്പനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനുള്ള സാധ്യതകളും പുതിയ സഹകരണ കരാറുകളും ചർച്ച ചെയ്യും. ജാപ്പനീസ് സെമി കണ്ടക്ടർ കമ്പനിയായ ടോക്കിയോ ഇലക്ട്രോൺ ഫാക്ടറിയും ബുള്ളറ്റ് ട്രെയിനിന്റെ കോച്ചുകളുണ്ടാക്കുന്ന പ്ലാന്റും സന്ദർശിക്കും. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിനായുള്ള ധാരണയും ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം മോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് പോകും. ഇന്റർനാഷണൽ ഡെസ്ക് 24. സുപ്രീം കോടതി ജഡ്ജി നിയമനത്തിൽ വിവാദം തുടരുന്നു. ജസ്റ്റിസ് വിപുൽ M. പഞ്ചേലിയെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തിയതിനെതിരെ മുൻ ജഡ്ജി ജസ്റ്റിസ് അഭയ് സോക്ക രംഗത്തെത്തി. നിയമനം സംബന്ധിച്ച് കൊളീജിയത്തിലെ വിയോജിപ്പ് പരസ്യപ്പെടുത്തണമെന്നും ജസ്റ്റിസ് അഭയ് സോക്ക ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് വിപുൽ M. പഞ്ചൂലിയെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്തുന്നതിൽ കൊളീജിയം യോഗത്തിൽ ജസ്റ്റിസ് BV നാഗരത്ന വിയോജിപ്പ് അറിയിച്ചെന്നായിരുന്നു പുറത്തുവന്ന വിവരം. വിയോജിപ്പ് എന്തെന്ന് സമൂഹം അറിയണമെന്നും അത് പരസ്യപ്പെടുത്തണമെന്നുമാണ് ജസ്റ്റിസ് അഭയ് സോക്കയുടെ നിലപാട്. ശുപാർശ സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചെങ്കിലും മറ്റ് വിശദാംശങ്ങൾ സുപ്രീംകോടതി വെബ്സൈറ്റിൽ നൽകിയിട്ടില്ല. 2 വർഷം മുൻപ് കേന്ദ്രവും കൊളീജിയവും തമ്മിൽ നിയമന തർക്കം നടന്നപ്പോൾ കൊളീജിയം യോഗത്തിന്റെ വിശദവിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതേ രീതിയിൽ വിയോജനക്കുറിപ്പും പുറത്തുവിടണമെന്നാണ് ജസ്റ്റിസ് അഭയ് സോക്ക ആവശ്യപ്പെട്ടത്. സുതാര്യത എന്താണെന്ന് നിർവചിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് അഭയ് സോക്ക വിഷയത്തിൽ പ്രതികരിച്ചു. വിയോജിപ്പ് മറികടന്ന് ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് കൊളീജിയം തീരുമാനമെടുത്തത്. 24 ഡൽഹി. ട്രാവൽ ഇൻഡസ്ട്രിയിൽ 3 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള ബെന്നിയുടെ ബെന്നീസ് റോയൽ ടൂർസിലൂടെ ഇനി കോർപ്പറേറ്റ് യാത്രകളും. കോർപ്പറേറ്റ് ക്ലയന്റുകൾക്കായി പ്രത്യേക യാത്രാ പ്ലാൻ കോർപ്പറേറ്റ് ട്രാവൽ ഡിവിഷൻ ആരംഭിച്ചു. പുതിയ പ്രോജക്ടിന്റെ ഉദ്ഘാടനം സംവിധായകൻ ലാൽ ജോസ് നിർവഹിച്ചു.
ബെന്നീസിൻ്റെ വളർച്ചയിൽ എല്ലാ ഘട്ടത്തിലും ഞാനും ഉണ്ടായിരുന്നു. എനിക്കിത് എൻ്റെ ഒരു സ്വന്തം കമ്പനി പോലെയാണ്, എൻ്റെ ഒരു സ്വന്തം വിജയം പോലെയാണ് ബെന്നീസിൻ്റെ വളർച്ചയെ ഞാൻ നോക്കിക്കാണുന്നത്. കോർപ്പറേഷൻ മാത്രമായിട്ടുള്ള ഒരു ഡിവിഷൻ കേരളത്തിൽ പുതിയതാണ്. ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് അത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് അതിനും നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ വിപുലമായ വിധത്തിൽ വലിയ കാഴ്ചപ്പാടോടുകൂടി ബെന്നീസ് റോൾട്ടസ് മുന്നോട്ട് പോവുകയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ജെംസ്റ്റോൺ കളക്ഷൻ വ്യാന പുറത്തിറക്കി. വ്യാനയുടെ ആദ്യ വിൽപ്പന കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവലിൽ വ്യാന രത്നാഭരണങ്ങളുടെ പ്രദർശനം നടക്കുന്നുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് ആർ അബ്ദുള്ള ജലീൽ, കേരള റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് സുബൈർ MP, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, ഷോറൂം ഹെഡ് സാക്കിർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ പന്തളം കുരമ്പാലയിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പന്തളം നഗരസഭാ ചെയർമാൻ അച്ഛൻകുഞ്ഞ് ജോണാണ് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലോകോത്തര ബ്രാൻഡുകളുടെ അത്യാധുനിക ഗൃഹോപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗൃഹോപകരണ രംഗത്ത് 36 വർഷത്തെ പാരമ്പര്യമാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസിനുള്ളത്. എല്ലാ വർഷവും ഓണത്തിന് വ്യത്യസ്തമായ ഓഫറുകൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. കസ്റ്റമേഴ്സിലേക്ക് എന്താണോ നൽകാനാകുക അത് മാത്രം പരസ്യപ്പെടുത്തി അത് കസ്റ്റമേഴ്സിന് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിലാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് കസ്റ്റമേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തരായി മാറുന്നത്. ഞങ്ങളുടെ ഈ അടുത്ത സ്കീമെല്ലാം ലൈവായിട്ട് ഞങ്ങൾ കസ്റ്റമർ നറുക്കെടുപ്പ് നടത്തി കസ്റ്റമറിന് സമ്മാനം നൽകുകയുണ്ടായി. ഇത്തവണത്തെ ഞങ്ങളുടെ സ്കീം എന്ന് പറയുന്നത് റിയൽ ഓണം എന്നാണ് ഞങ്ങളുടെ സ്കീമിന് പേര്. വൻ ഓണം, പൊന്നോണം, പിട്ടാപ്പിള്ളിൽ റിയൽ ഓണം എന്നാണ് ഇത്തവണത്തെ സ്കീം. 2025 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് 2025 വിജയികൾക്കാണ് ഇത്തവണ സമ്മാനമായി നൽകുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് ജയം. ട്രിവാൻഡ്രം റോയൽസിനെ 9 റൺസിന് തോൽപ്പിച്ചു. 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ട്രിവാൻഡ്രത്തിന്റെ പോരാട്ടം 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 അവസാനിച്ചു. അർദ്ധ സെഞ്ചുറിയുമായി കൊച്ചിക്ക് മികച്ച സ്കോർ സമ്മാനിച്ച സഞ്ജു സാംസണാണ് കളിയിലെ താരം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനും കൊച്ചിക്കായി. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്.